KSFEയുടെ പവർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് KSFEയിലുള്ള ചിട്ടിക്കും അതുപോലെ ലോണിനും ഒക്കെ പേയ്മെന്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ KSFE പവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യണം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഈ വീഡിയോയിലുള്ളതുപോലെ പേയ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കി ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ മൊബൈലിലൂടെ ബ്രാഞ്ചിൽ പോകാതെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള KSFE പവർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. നമുക്കൊരു യൂസർ നെയിം പാസ്വേഡും കിട്ടും. അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കവിടെ ലോഗിൻ വിത്ത് MPIN എന്ന് പറഞ്ഞാൽ മൊബൈൽ പിൻ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് മൈ ചിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് സെൻട്രലായിട്ട് ഒരു ഓപ്ഷനുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചിട്ടി ഡീറ്റെയിൽ കാണാൻ പറ്റും. നമുക്ക് എത്ര ചിട്ടിയുണ്ടോ അതെല്ലാം അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വ്യൂ ആൻഡ് പേ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്കിതാ ഇവിടെ ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട്, അതേപോലെ കാണിക്കും. അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും. ഇവിടെ നമുക്ക് വ്യൂ പാസ്ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റിലേക്ക് പോകാം. ഇവിടെ ആഡ് ടു പേയ്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എത്ര രൂപയാണ് അടുത്ത മാസം ചിട്ടിക്ക് നമ്മൾ അടയ്ക്കേണ്ടത്, ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആഡായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ആഡ് ടു പേയ്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രൊസീഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എസ് ആണെങ്കിൽ നമുക്കിവിടെ മുകളിൽ കാർട്ട് കണ്ടോ, അവിടെ പോയിട്ട് നമ്മൾ ആ ഒരു ചിട്ടിയുടെ നമ്പർ അവിടെ കാണാം. അല്ലെങ്കിൽ പ്രൊസീഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഒന്നിലധികം ചിട്ടി ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പ്രൊസീഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കൊടുക്കാം. ഇനി ഒന്നേ ഉള്ളൂവെങ്കിലും നമ്മൾ പ്രൊസീഡ് ടു കാർട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കാണിക്കും പേയ്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഒന്നിലധികം ചിട്ടി ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ കാണിക്കും. ഒരുമിച്ച് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി ഒന്നാണെങ്കിൽ അത് മാത്രം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇവിടെ ചിട്ടി ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ താഴെയുള്ള ഓപ്ഷനിൽ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം കാണിക്കും. പ്രൊസീഡ് നമുക്ക് ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉപയോഗിക്കണമെന്നാണ്. നമുക്ക് ഏത് വേണമെങ്കിലും, ഇതിൽ രണ്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. പലർക്കും ഇത് കാണുമ്പോൾ നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വേറൊരു പേജ് വരും. ഇവിടെ KSFE പവർ പേയ്മെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയോ ഫോൺ പേയുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുമായിട്ട് ലിങ്ക് ആവും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ ഉപയോഗിക്കാം. ഇനി അല്ല എങ്കിൽ നമുക്ക് ഈ മൊബൈൽ നമ്പർ തന്നെ മാറ്റി മറ്റൊരാളുടെ ഗൂഗിൾ പേയിലുള്ള പേയ്മെൻറ്റാണ് ചെയ്യേണ്ടതെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ അവർ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയുടെയോ UPI ആപ്പിൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത്, ഞാനിവിടെ ഫോൺ പേ എന്ന് പറഞ്ഞ ആപ്പാണ് ഉപയോഗിക്കുന്നത്. ഫോൺ പേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്കിവിടെ താഴെ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നമുക്ക് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഫോൺ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ ആൻഡ് പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വളരെ ഈസിയാണ്. അത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. ഫോൺ പേ ആപ്ലിക്കേഷനകത്ത് ഇതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ് വരും. അവിടെ നമ്മൾ സാധാരണ ഫോൺ പേ ആപ്പിൽ ചെയ്യുന്ന പോലെ പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇത്രയേ ഉള്ളൂ, ഡൺ, കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ KSFE പവർ ആപ്പിനകത്തേക്ക് വരുമ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് അവിടെയും എഴുതി കാണിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ഇത് ഒരു തവണ ചെയ്താൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മുടെ ഫോൺ പേ ആപ്പോ ഏത് വേണമെങ്കിലും നമുക്കിങ്ങനെ ഉപയോഗിക്കാം. ഇനി ഗോ ടു പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് സക്സസ് ആയോ എന്ന് നമുക്ക് കാണിക്കും. ഫെയിലായിട്ടുണ്ടെങ്കിൽ അതും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എവിടെ നിന്നുകൊണ്ടും KSFEയുടെ ബ്രാഞ്ചിൽ പോകാതെ തന്നെ വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.